നമസ്കാരം. രണ്ടാഴ്ചത്തേക്ക് വെടിനിർത്താൻ ഇറാൻ തയ്യാറായി എന്നത് ശരിയാണ്. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി അത്ര സുരക്ഷിതമല്ല. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നത് അത്ര നല്ല ദിവസങ്ങളല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്തായാലും തീരുമാനമായിട്ടുണ്ട്. അതായത് ഇസ്രായേലിലെ പ്രതിപക്ഷം ഉറഞ്ഞു തുള്ളുകയാണ്. എന്തിനാണ് യുദ്ധം ചെയ്യാൻ പോയത്? എന്താണ് നേടിയത്? ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പറയുന്നത് നയതന്ത്ര നീക്കത്തിലൂടെ അല്ലെങ്കിൽ സൈനിക നീക്കത്തിലൂടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് പിടികൂടും, അതൊരിക്കലും ഇറാന് കിട്ടില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. എന്നാൽ നിങ്ങൾ എന്തിനാണ് ഇതുവരെ യുദ്ധം ചെയ്തത്? ഇത്രയും നാൾ യുദ്ധം ചെയ്ത് ഇസ്രായേലികളെ ബങ്കറിലിരുത്തി നിങ്ങൾക്ക് ഇതൊന്നും നേടാനായില്ലേ? ഇറാന്റെ മിസൈൽ പദ്ധതികൾ നിങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അതും ചെയ്യാനായില്ല. നിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്തത്? ലോകത്തിന് മുന്നിൽ ഇറാൻ ഒരു സൂപ്പർ പവറാണ് എന്ന് കാണിക്കാൻ, ഇറാനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ യുദ്ധം ചെയ്തത്. അല്ലാതെ ഇസ്രായേലിന്റെ ഭാവിയോർത്തല്ല, ഇസ്രായേലികളുടെ സുരക്ഷയോർത്തല്ല നിങ്ങൾ യുദ്ധം ചെയ്തത്. നിങ്ങൾക്ക് അധികാരത്തിൽ തുടരണം. അതിനുവേണ്ടി നിങ്ങൾ ഇസ്രായേലികളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് ഇറാനുമായി യുദ്ധം ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്തത്? അത് നിങ്ങൾ നേടിയെടുക്കണമായിരുന്നു. അതിനുശേഷം നിങ്ങൾ വെടിനിർത്തലിന് തയ്യാറാകണമായിരുന്നു. ഇത് നിങ്ങൾ ഇറങ്ങി ഇറാനെ വല്ലാതെ അങ്ങ് വലുതാക്കി, എന്നിട്ട് നിങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചു. ഇസ്രായേലിന്റെ പ്രതിപക്ഷം പറയുന്നത് വളരെ കൃത്യമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന് മറുപടി പറയാനില്ല. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തോട് പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ഇസ്രായേലികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് ലെബനോനെ ആക്രമിക്കണം. ലെബനോനെ ആക്രമിക്കാം എന്ന് വെച്ചാൽ നേരത്തെ ഇവിടെ ഇസ്രായേലികൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയാണ് തീരുമാനമാക്കാൻ പോകുന്നത് എങ്കിൽ ലെബനോനെ ആക്രമിച്ചാൽ ഇറാൻ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. ലെബനോനെ ആക്രമിച്ചാൽ ഹോർമൂസ് വീണ്ടും അടക്കും, കരാർ പാലിക്കില്ല എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അതുവഴി കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ പിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇവിടെ ഇറാൻ ആരംഭിച്ചു കഴിഞ്ഞെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ക്രിപ്റ്റോ കറൻസിയിൽ ടോൾ കൊടുക്കണം എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. അമേരിക്കയാകട്ടെ ഇവിടെ ഇസ്രായേലിനെ ഒരു മൂലക്കാക്കി ഇറാനുമായി എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ, ഉണ്ടായ നഷ്ടങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് ഇനി ട്രംപും അതുപോലെ തന്നെ ഇറാനും ചേർന്ന് നിയന്ത്രിക്കുമെന്നാണ്. ചെറിയ രീതിയിലൊക്കെയുള്ള ടോളൊക്കെ പിരിക്കാം, പകുതി ഞങ്ങൾ കൊണ്ടുപോകും, പകുതി നിങ്ങൾക്ക് എടുക്കാം എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഇറാൻ എന്തായാലും ആ ഭൂതി മനസ്സിലിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് ഞങ്ങൾക്കറിയാം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. അമേരിക്ക ഇവിടെ ഇസ്രായേലിനെ മൂലക്കിരുത്തി ഇറാനുമായി ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി, രണ്ടാഴ്ചത്തേക്ക് വെടിനിർത്തൽ ഉണ്ടാക്കി. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെള്ളിയാഴ്ച നടക്കാൻ പോകുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ കാര്യത്തിൽ തൽക്കാലം അമേരിക്ക ഇടപെടാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ ഇറാനുമായി ചേർന്ന് നിൽക്കണം. ഇറാനുമായി ഒരു സംഘർഷത്തിന് പോയാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നഷ്ടമുണ്ടാകും എന്ന് ട്രംപിന് ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ട്രംപ് ഒന്ന് ക്ഷുഭിതനാകുന്നുണ്ട്. ട്രംപ് ഇങ്ങനെ ഈ മൃഗങ്ങളൊക്കെ, കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദം പോലെ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ വേണ്ടത്ര അതങ്ങ് ഏൽക്കുന്നില്ല. ഇറാനിൽ നിന്നും അവർ പറയുന്നു നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം, അമേരിക്കയുമായി ബന്ധപ്പെട്ട് ചർച്ചയാകാം, പക്ഷെ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ, ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. ഹോർമൂസ് എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യം അത് ഞങ്ങൾക്കറിയാം, അതിൽ നിങ്ങൾ ഇടപെടണ്ട എന്നുള്ളതാണ് അവരുടെ നിലപാടെങ്കിലും ട്രംപിന് പ്രതീക്ഷയുണ്ട്. ഇസ്രായേലിനെ അങ്ങ് മാറ്റി നിർത്തി ഇറാനുമായി യോജിച്ചു നിൽക്കുകയാണെങ്കിൽ ഇറാനിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലോ എന്ന് ട്രംപ് ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ലെബനോനിലേക്ക് ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഈ കരാർ പാലിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഇറാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടാഴ്ചത്തേക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഈ വെടിനിർത്തൽ അത് നിലനിൽക്കുമോ എന്ന കാര്യങ്ങളും ആ ഒരു കാര്യത്തിലും വളരെയധികം വലിയ സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിലേക്കൊരു ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഇസ്രായേലിന്റെ ചില ഡ്രോണുകൾ ഇറാന്റെ ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയും അത് വെടിവെച്ചിടുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ട്രംപ് എടുത്തു ചാടി ഇസ്രായേലിനെ പിന്തുണച്ച് ഇറാനെ ആക്രമിക്കാൻ പോകില്ല. ട്രംപിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ പടക്കപ്പലുകളും അതുപോലെ തന്നെ ഞങ്ങളുടെ സൈനികരുമൊക്കെ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഉണ്ടാകും, നിങ്ങൾ പൂർണ്ണമായും കരാറുമായി സഹകരിച്ച് ഒരു കരാറിൽ എത്തുന്ന സമയം വരെ ഞങ്ങളുടെ ആളുകൾ അവിടെ തന്നെ ഉണ്ടാകും, നിങ്ങൾ എത്തിയില്ലെങ്കിൽ നിങ്ങളെ തീർത്തു കളയും എന്ന് ട്രംപ് ഇടക്ക് പറയുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില സമയങ്ങളിൽ ട്രംപ് ഇറാനെ നോക്കി എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന രീതിയിലുള്ള ചില സംസാരങ്ങൾ സംസാരിക്കുന്നു. ഇനി ഞങ്ങളാണ് ഹോർമൂസ് കടലിടുക്ക് ഭരിക്കാൻ പോകുന്നത്, നിയന്ത്രിക്കാൻ പോകുന്നത്. നേരത്തെയും ട്രംപ് അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇവിടെ ആയത്തുള്ള അലി ഖംനായിയെ തല്ലുന്നത്, അല്ലെങ്കിൽ മുജ്തബയെ ആരാണ് കുറ്റം പറയുന്നത് എന്നൊക്കെ ചോദിച്ച് ട്രംപ്
ഇറാനെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത് ഇസ്രായേലിന് അത്ര ദഹിക്കുന്നില്ല. ഇസ്രായേലിൽ വലിയ പ്രക്ഷോഭങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഉയർന്നു വരികയാണ്. ട്രംപുമായി കൂടിച്ചേർന്ന് ഇറാനെ വലുതാക്കുന്നതിന് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു. ആകെ പുലിവാല് പിടിച്ചു. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇറാന്റെ വലിപ്പം കൃത്യമായി മനസ്സിലായി എന്നുള്ളതാണ് ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ. അതൊരു പരിധിവരെ സത്യമാണ്. ഇറാന്റെ വലിപ്പം ലോകത്തിന് ഇതുവരെ ബോധ്യപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിനപ്പുറം യുദ്ധം ചെയ്തു പിടിച്ചു നിന്ന് ഇനിയും യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. വെടിനിർത്തലിന് വേണ്ടി അമേരിക്ക 45 ദിവസത്തെ വെടിനിർത്തലാണ് ആദ്യം കൊണ്ടുവന്നത്. ഈ 45 ദിവസത്തെ വെടിനിർത്തൽ അതങ്ങ് മനസ്സിലിരിക്കട്ടെ, വേണമെങ്കിൽ 2 ആഴ്ചയാകാം എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. അവിടെയും ഇറാന്റെ തന്ത്രം വളരെ കൃത്യമാണ്. 45 ദിവസത്തെ വെടിനിർത്തലിനൊക്കെ ഇറാൻ തയ്യാറായാൽ ഈ 45 ദിവസം കൊണ്ട് ഇസ്രായേലിലെയും അതുപോലെ തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലെയും ഒക്കെ പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും കൂടുതൽ ആയുധങ്ങൾ ശേഖരിക്കാനും അമേരിക്കക്കും ഇസ്രായേലിനും സമയം കിട്ടും. അതുകൊണ്ട് അത്ര ദിവസം കൊടുക്കാൻ പാടില്ല. 2 ആഴ്ചത്തേക്ക് വേണമെങ്കിൽ നമുക്ക് സഹകരിക്കാം എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. അതിനുശേഷം ചർച്ചയിലേക്ക് പോകാം എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. എന്തായാലും ആ നിലപാട് അമേരിക്ക അംഗീകരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇറാൻ തന്നെയാണ് ഇവിടെ സൂപ്പർ പവറായി നിൽക്കുന്നത്. ഈ ഒരു സൂപ്പർ പവർ ആണ് ഇറാൻ എന്ന രീതിയിൽ അവരെ വളർത്തിയത്, അവരെ വലുതാക്കി കാണിച്ചത് ഇസ്രായേലാണ്, അമേരിക്കയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂടും തട്ടി അങ്ങോട്ട് പോകാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടങ്ങളൊന്നും സംഭവിക്കാനില്ല. അവരെ അത്ര പെട്ടെന്ന് കയറി ആരും അറ്റാക്ക് ചെയ്യുകയുമില്ല. പക്ഷെ ഇസ്രായേലിന്റെ ഭാവി അത് അവതാളത്തിലാണ്. വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇസ്രായേലിനകത്ത് ഒന്നുകിൽ ഇസ്രായേലികൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൈകാര്യം ചെയ്യും, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കും. അതല്ലെങ്കിൽ ഇറാന്റെ കൈകൊണ്ടായിരിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് കിട്ടാൻ പോകുന്നത്. അത്തരമൊരു അവസ്ഥയാണ് ഇപ്പോൾ ഈ യുദ്ധം കൊണ്ടുണ്ടായത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ നഷ്ടമുണ്ടായി എന്നുള്ളതാണ്. ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശങ്ക അതൊന്നുകൂടെ ഫലപ്പെട്ടു. ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു അടി കിട്ടുമോ എന്നുള്ള ഒരു ഭയം അവർക്കുണ്ടായിരുന്നു. ഇറാൻ ഇത്ര സൂപ്പർ പവർ ആണെങ്കിൽ ഇനി ഞങ്ങൾ എന്തിനാണ് വെറുതെ ഇരിക്കുന്നത് എന്നൊരു ചിന്ത ഹമാസിനും അതുപോലെ തന്നെ ലെബനോനിലെ ഹിസ്ബുള്ളക്കും ഒക്കെ ഉണ്ടായി. അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഇസ്രായേലിൽ നിന്നും ഉയർന്നു വരുന്ന ഏറ്റവും വലിയൊരു ആരോപണം. വലിയ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു വരുമ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇത് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ അമേരിക്കയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഒക്കെ കൂടി സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം.